തമിഴ്നാട് രാഷ്ട്രീയത്തിലെ നിർണായകമായ ദിവസമായിരുന്നു ഇന്നലെ. 50 വർഷത്തിന് മുകളിലുള്ള ദ്രാവിഡ രാഷ്ട്രീയ രീതികളൊക്കെ മാറ്റി തമിഴ്നാട്ടിൽ വിജയ് അധികാരത്തിലെത്തിയിരിക്കുന്നു. വിജയ് അധികാരത്തിലെത്തുന്ന സമയത്ത് രണ്ട് പ്രധാന വ്യക്തിത്വങ്ങൾ അത് വാർത്താ പ്രാധാന്യം നേടിയിട്ടുണ്ട്. അവരെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. തമിഴ്നാട് രാഷ്ട്രീയ ചരിത്രത്തിലെ സമാനതകളില്ലാത്ത അധ്യായത്തിനാണ് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പോടെ തുടക്കമായത്. തമിഴക വെട്രിക്കഴകം എന്ന പുതിയ പാർട്ടിയിലൂടെ ദളപതി വിജയ് മുഖ്യമന്ത്രി പദവിയിലേക്ക് എത്തുമ്പോൾ ആ വിജയത്തിന് പിന്നിലെ ബുദ്ധികേന്ദ്രമായി വിശേഷിക്കപ്പെടുന്ന ഒരു വ്യക്തിത്വമുണ്ട്. അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞു തുടങ്ങാം. ആധവ് അർജുന എന്നാണ് പേര്. രാഷ്ട്രീയ തന്ത്രജ്ഞനാണ്. തെരഞ്ഞെടുപ്പ് പ്രചരണ കാലത്തുടനീളം വിജയുടെ നിഴലായി കൂടെയുണ്ടായിരുന്ന ആധവ് കേവലം ഒരു പാർട്ടി പ്രവർത്തകൻ എന്നതിലുപരി TVKയുടെ നട്ടലായിട്ടാണ് ഇന്ന് അറിയപ്പെടുന്നത്. ലോട്ടറി ബിസിനസ്സിലൂടെ പ്രശസ്തനായ സാന്റിയാഗോ മാർട്ടിന്റെ മകളുടെ ഭർത്താവായ ആധവ് അർജുന വിജയ് കഴിഞ്ഞാൽ പാർട്ടിയുടെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തി കൂടിയാണ്. എന്നാൽ സമ്പത്തിനേക്കാൾ ഉപരിയായി അദ്ദേഹം പാർട്ടിക്കായി നൽകിയ രാഷ്ട്രീയ തന്ത്രങ്ങളാണ് തമിഴകത്തെ ഈ മാറ്റത്തിന് വഴിവെച്ചത്. 2025 ഫെബ്രുവരിയിൽ ആധവ് അർജുനയുടെ TVK പ്രവേശനം തമിഴ് രാഷ്ട്രീയത്തിലെ നിർണായക വഴിത്തിരിവായിരുന്നു. ഭരണകക്ഷിക്കെതിരെയുള്ള നിലപാടുകളുടെ പേരിൽ VCKയിൽ നിന്നും സസ്പെൻഷനിലായ അദ്ദേഹം വൈകാതെ തന്നെ വിജയ്ക്കൊപ്പം ചേർന്നു. ഇലക്ഷൻ ക്യാമ്പയിൻ മാനേജ്മെന്റ് ജനറൽ സെക്രട്ടറി എന്ന സുപ്രധാന പദവിയിലേക്കാണ് ആധവ് നിയമിതനായത്. വിജയ്ക്കുള്ള ജനപ്രീതിയെ എങ്ങനെ വോട്ടുകളാക്കി മാറ്റാമെന്നതായിരുന്നു അദ്ദേഹത്തിന് മുന്നിലെ വെല്ലുവിളി. സാധാരണ ആരാധക കൂട്ടങ്ങളെ ചിട്ടയായ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാക്കി മാറ്റുന്നതിൽ ആധവ് വിജയിച്ചു. വോയിസ് ഓഫ് കോമൺസ് എന്ന തന്റെ കൺസൾട്ടൻസി സ്ഥാപനത്തിലൂടെ ഡാറ്റ അനലിറ്റിക്സും സോഷ്യൽ എഞ്ചിനീയറിംഗും സമന്വയിപ്പിച്ചുകൊണ്ട് അദ്ദേഹം പുതിയൊരു തെരഞ്ഞെടുപ്പ് മാതൃക അവതരിപ്പിച്ചു. പർപ്പിൾ വേവ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഈ മുന്നേറ്റം DMK, AIDMK എന്നീ വൻ ശക്തികളുടെ അടിത്തറ ഇളക്കുന്നതായിരുന്നു. സഖ്യ ചർച്ചകളിലും സർക്കാർ രൂപീകരണത്തിലും ആധവ് അർജുന വഹിച്ച പങ്ക് വളരെ വലുതാണ്. TVK ഒറ്റയ്ക്ക് 108 സീറ്റുകൾ നേടിയെങ്കിലും ഭരണം ഉറപ്പാക്കാൻ മറ്റു പാർട്ടികളുടെ പിന്തുണ ആവശ്യമായിരുന്നു. കോൺഗ്രസ്, VCK തുടങ്ങിയ പാർട്ടികളുമായി ചർച്ചകൾ നടത്താനും അവരുടെ പിന്തുണ കത്തുകൾ നേരിട്ട് വാങ്ങാനും മുൻകൈ എടുത്തത് ആധവാണ്. VCK നേതാക്കളുമായുള്ള തന്റെ പഴയ ബന്ധം വിജയ്ക്ക് വേണ്ടി അദ്ദേഹം കൃത്യമായി വിനിയോഗിച്ചു. TVKയെ ഒരു സെക്യുലർ സോഷ്യൽ ജസ്റ്റിസ് പാർട്ടിയായി ബ്രാൻഡ് ചെയ്തതിലൂടെ യുവജനങ്ങളുടെയും ദ്രാവിഡ രാഷ്ട്രീയത്തിൽ മനം മടുത്തവരുടെയും വോട്ടുകൾ ആർജിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. റാലികളിലെ ആൾക്കൂട്ടത്തെ വോട്ടാക്കി മാറ്റാൻ ബൂത്ത് തലത്തിലുള്ള മൈക്രോ മാനേജ്മെന്റ് സംവിധാനമാണ് അദ്ദേഹം നടപ്പിലാക്കിയത്. ഇന്ന് തമിഴ്നാട് മന്ത്രിസഭയിലെ സുപ്രധാന അംഗമായ ആധവ് അർജുന വിജയ്ക്ക് ശേഷമുള്ള രണ്ടാമനായാണ് പാർട്ടിയിൽ അറിയപ്പെടുന്നത്. ഭരണയന്ത്രവും മുഖ്യമന്ത്രിയും തമ്മിലുള്ള പാലമായി അദ്ദേഹം പ്രവർത്തിക്കുന്നു. സിനിമയിലെ സൂപ്പർ താര പരിവേഷമുള്ള വിജയുടെ ആശയങ്ങളെ ഭരണതലത്തിൽ പ്രായോഗികമാക്കുന്ന മാസ്റ്റർ മൈൻഡ് എന്നാണ് അദ്ദേഹത്തെ രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. തമിഴ്നാട് രാഷ്ട്രീയത്തിലെ ഉഭയകക്ഷി സമ്പ്രദായത്തെ പൊളിച്ചെഴുതിക്കൊണ്ട് ഒരു പുതിയ അധികാര കേന്ദ്രമായി ആധവ് അർജുന മാറിയിരിക്കുകയാണ്. കേവലം ഒരു രാഷ്ട്രീയ പാരമ്പര്യമല്ല, മറിച്ച് ആധുനിക തന്ത്രങ്ങളും ജനകീയ അടിത്തറയും ഒത്തുചേർന്നാൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാനാകുമെന്ന് ആധവ് അർജുനയുടെ ഈ വിജയം തെളിയിക്കുന്നുണ്ട്. വരും വർഷങ്ങളിൽ തമിഴ്നാടിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ ആധവ് അർജുന എന്ന പേര് കൂടുതൽ പ്രാധാന്യത്തോടെ മുഴങ്ങിക്കേൾക്കുമെന്ന് ഉറപ്പാണ്. മറ്റൊരാളുണ്ട്. തമിഴ്നാട് മുഖ്യമന്ത്രി വിജയുടെ ആദ്യ മന്ത്രിസഭയിൽ അംഗമായി സത്യപ്രതിജ്ഞ ചെയ്ത 29-കാരിയായ S. കീർത്തന. സംസ്ഥാനത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ മന്ത്രി. 2026 തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശിവകാശി മണ്ഡലത്തിൽ നിന്നും വിജയിച്ച കീർത്തന തമിഴക വെട്രിക്കഴകം സർക്കാരിലെ ഏക വനിതാ മന്ത്രി കൂടിയാണ്. വിരുദനഗർ സ്വദേശിയായ ഇവർ സമ്പത്തിന്റെ മകളാണ്. തമിഴ് മീഡിയം സർക്കാർ സ്കൂളിൽ നിന്ന് പഠിച്ച് ബഹുഭാഷാ പണ്ഡിതയായി വളർന്ന കീർത്തന മധുര കാമരാജ് സർവകലാശാലയിൽ നിന്നും ഗണിതശാസ്ത്രത്തിൽ ബിരുദവും പോണ്ടിച്ചേരി സർവകലാശാലയിൽ നിന്നും സ്റ്റാറ്റിസ്റ്റിക്സിൽ ബിരുദാനന്തര ബിരുദവും നേടിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് മുൻപ് ഷോർട്ട് ടൈം കൺസൾട്ടിംഗ് എന്ന സ്ഥാപനത്തിൽ പൊളിറ്റിക്കൽ കൺസൾട്ടന്റായും ഡിജിറ്റൽ സ്ട്രാറ്റജിസ്റ്റായും കീർത്തന പ്രവർത്തിച്ചിരുന്നു. മുൻപ് തെലുഗുദേശം പാർട്ടിയുടെ പ്രചരണ തന്ത്രങ്ങളിലും ഇവർ അണിയറയിൽ നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട്. TDPയുടെ താഴെത്തട്ടുള്ള പ്രചരണ പരിപാടികളും സോഷ്യൽ മീഡിയ ആശയവിനിമയ ശൃംഖലയും രൂപകൽപ്പന ചെയ്തത് കീർത്തനയായിരുന്നു. TVKയുടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചരണവേളയിലാണ് കീർത്തന പൊതുശ്രദ്ധ പിടിച്ചുപറ്റിയത്. കീർത്തനയുടെ പ്രായത്തേക്കാൾ ഉപരിയായി അവരുടെ വിവിധ ഭാഷകളിലുള്ള പ്രാവീണ്യവും പ്രത്യേകിച്ച് ഹിന്ദി ഭാഷയിലെ വൈദഗ്ധ്യവും വലിയ ചർച്ചകൾക്ക് വഴിമാറി. തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം പ്രാദേശിക ഭാഷാ വികാരം ശക്തമായ തമിഴ്നാട്ടിൽ ഹിന്ദിയിൽ സംസാരിക്കാൻ കീർത്തന തയ്യാറായത് ശ്രദ്ധേയമായിരുന്നു. തന്റെ നേതാവിന്റെ സന്ദേശം കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാനാണിതെന്നായിരുന്നു കീർത്തനയുടെ നിലപാട്. ഹിന്ദി വലിയ രാഷ്ട്രീയ തർക്ക വിഷയമായി തുടരുന്ന തമിഴ്നാട്ടിൽ ഈ നീക്കം വേറിട്ടു നിന്നു. തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള തന്റെ പ്രസംഗങ്ങളിൽ പണത്തെയും ജാതിയെയും ഭയപ്പെടേണ്ടതില്ലെന്ന് പറഞ്ഞ കീർത്തന രാഷ്ട്രീയ ധൈര്യത്തിനായാണ് ആഹ്വാനം ചെയ്തത്. മുഖ്യമന്ത്രി C. ജോസഫ് വിജയുടെ കീഴിലുള്ള 9-അംഗ മന്ത്രിസഭയിലെ ഏക വനിതയും ഏറ്റവും പ്രായം കുറഞ്ഞ പ്രതിനിധിയുമാണ് കീർത്തന. ഇത് തമിഴ്നാട് ഭരണകൂടത്തിലെ യുവത്വത്തിന്റെ പ്രാതിനിധ്യത്തെ സൂചിപ്പിക്കുന്നു. ചെന്നൈയിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ നടന്ന ചരിത്രപ്രധാനമായ ചടങ്ങിൽ സെൽവി S. കീർത്തന ഔദ്യോഗികമായി മന്ത്രിയെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. കീർത്തനയ്ക്ക് വലിയൊരു ഇൻസ്റ്റഗ്രാം അക്കൗണ്ടൊക്കെ ഉണ്ട്. അദ്ദേഹം എങ്ങനെയാണ് ജൻസിയെ, യുവതലമുറയെ വോട്ട് ബാങ്കാക്കി കീർത്തന മാറ്റിയെന്നറിയണമെങ്കിൽ ആ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് മാത്രം ഒന്ന് നോക്കിയാൽ മതിയാകും. ഓരോ സ്ഥലങ്ങളിലും TVKയ്ക്ക് എന്താണ് പറഞ്ഞിരുന്നത്, അവരുടെ കാര്യങ്ങൾ ചെയ്തോ എന്ന് ഗ്രൗണ്ട് റിയാലിറ്റി ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ട് TVKയ്ക്ക് വോട്ട് മേടിച്ചു കൊടുത്ത് അത് സർക്കാർ വിരുദ്ധ വികാരത്തെ ഇളക്കിവിടാൻ കീർത്തനയ്ക്ക് സാധിച്ചിരുന്നു.
എന്തായാലും ചരിത്ര നിമിഷമാണ് തമിഴ്നാട്ടിലുള്ളത്. 108 സീറ്റുകൾ കൈയടക്കിക്കൊണ്ട് TVK അധികാരത്തിലേക്ക് വരുന്നു. കൂടുതൽ പാർട്ടികൾ ആ സഖ്യത്തിലേക്ക് എത്തുന്നു. അങ്ങനെ മുഖ്യമന്ത്രിയായി വിജയ് അധികാരത്തിലേക്ക് വരുന്നു. എന്തായാലും ഇനി മാറ്റങ്ങളുടെ തുടക്കമായിരിക്കും തമിഴ്നാട്ടിൽ തന്നെയാണ് മനസ്സിലാക്കേണ്ടത്.